സമകാലികം. ജനശബ്ദം. ജനങ്ങളുടെ ശബ്ദം. ജനശബ്ദം ഇന്ന് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽപ്പെട്ട കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിലേക്ക്. വനങ്ങൾ അതിരിടുന്ന ഭൂരിഭാഗവും കാർഷിക മേഖലയായ ഒരു പ്രദേശമാണിത്. ഇന്നിപ്പോൾ കാർഷിക ഭൂമിയുടെ അളവ് കുറയുകയും ജനജീവിതം ദുസ്സഹമാകുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങളും പലതാണ്. അത്ര അകലത്തിൽ ഞാനും ആന നിന്ന് ആന വന്നിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ആന എന്നെ കിട്ടുവാണെങ്കിൽ അപ്പം തന്നെ വലിച്ചു കീറും. അങ്ങനെ പേടിച്ചാൽ ഇവിടെ ജീവിക്കണേ. പുലിയെ കാണാൻ പറ്റിയില്ല. ഇല അനങ്ങാണ്ടിയെ നോക്കി നിന്നത് എന്നാന്നറിയാൻ വേണ്ടി നോക്കി നിന്നപ്പം പുലി വന്ന് എൻ്റെ മേത്തേക്ക് ചാടി എൻ്റെ മേത്തേക്ക് ആണ്ട് കയറിയിട്ട് എന്നെ തള്ളിയിട്ടിട്ട് ഞാൻ വീണ് കഴിഞ്ഞു. എൻ്റെ ഇടത് കയ്യിൽ ഈ കാണുന്ന മുറിവ് ഇതിങ്ങ് പൊളിഞ്ഞു പോകുന്നു. ഇറച്ചി ദേശം ഇങ്ങോട്ട് ഇവിടെ മുട്ടിൻ്റെ മുകളിൽ, പിന്നെ ഈ മസിലിൻ്റെ ഇവിടെ 1 ഇഞ്ച് ആഴത്തിൽ മുറിവുണ്ട്. പിന്നെ കഴുത്തേലും അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മുറിവുകളുണ്ട് നഖം കൊണ്ട്. ഇത് കോട്ടപ്പടിയിലെ ജനങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ. വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഭയന്ന് കാലങ്ങളായി ജീവൻ പണയം വെച്ച് മുന്നോട്ടു പോകുന്നവർ. എനിക്ക് 52 വയസ്സ്. ആനനെ പേടിച്ച് കൊച്ചുങ്ങൾ 2 വാടകയ്ക്ക് പോയി. ആനയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആനഭയത്തിൽ കഴിയുന്ന പ്രദേശവാസിയായ ഗൗരി വേലായുധൻ. 2 പേർക്കും ടൈലിലെ പണിയാ. ഒരാൾ ഇവിടെ താഴെ കല്ലുളിക്കുക. ചിറ്റയുടെ വീതത്തില് കൊച്ചുങ്ങളെ സംരക്ഷണത്തിനാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവിടെ ഒരു ചെറിയൊരു വീട് കൊണ്ടു കൊടുത്ത് കൊച്ചാള് വേഗം മാറി. അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ മരിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ മൂത്ത മോനെ ഞാൻ മാറ്റി. കൊച്ചു പണി നിർത്തി വരുമ്പോൾ എപ്പോഴും ആന വഴിക്ക് നിൽക്കുക. അവൻ വന്നു ഈ മുറ്റത്തുനിന്ന് ഞാൻ കയറണമെങ്കിൽ അങ്ങനെ ടെൻഷൻ അടിക്കണ ഭേദമല്ല. കൊച്ചുങ്ങൾ അങ്ങോട്ട് പോയാൽ സന്ധ്യ എനിക്ക് പെരക്കാത്ത കയറിയാൽ പിന്നെ പിടിക്കാത്ത വന്നൊക്കെ പോണത് പോകുമെന്നുള്ള കണക്കുള്ള ഞാനിപ്പോൾ ജീവിക്കണം. ആന വന്നാലും ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങണില്ല. കാരണം അന്ന് ഓടിച്ചെന്നെ പെരക്കാത്ത കയറ്റിയാൽ ഞാൻ പേടിച്ചു. ഇപ്പൊ എർത്തും കൂടെ എർത്തില്ലാത്ത കാരണം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ കറണ്ടി കുത്തി നമ്മൾ എർത്തുന്നത്. പകല് കറണ്ടി കുത്തിയിടും ബാറ്ററി, രാത്രി ബാറ്ററിയിൽ നിന്ന് ചാർജ് ചെയ്യുക. അങ്ങനെ ചെയ്ത ബാറ്ററിയിലേക്കാണ് ഈ ആന വന്ന് ചാടിച്ചത്. പുലി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട റോസി മാത്യു. പുലിയെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഒച്ചയെടുത്തില്ലേ, ഇന്നലെ വിളിച്ചോണ്ട് ഞാൻ ഇപ്പോഴത്തേക്ക് നാട്ടുകാർ മുഴുവൻ ഓടിക്കൂടി. എന്നിട്ട് ഞാൻ തറമേരി ചെന്നപ്പോൾ അവരവിടെ എടുത്തില്ല, കോലഞ്ചേരിക്ക് പോയി. അവിടെ ചെന്ന് 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. ജനങ്ങൾക്ക് ജീവിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യമാണ്. വളരെ പ്രതീക്ഷയോടെയാണ് മറ്റൊരു പ്രദേശത്തു നിന്നും ജോസ് കോട്ടപ്പടിയിലേക്ക് താമസം മാറ്റിയത്. പക്ഷേ ഇപ്പോഴത്തെ ജീവിതാവസ്ഥ അത്ര നല്ലതല്ല എന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. 7 കിലോമീറ്റർ കാടാണ് കോട്ടപ്പടി പഞ്ചായത്തിന്റെ അതിര്. കാട്ടിൽ നിന്ന് നിത്യേന ആന, പന്നി, മറ്റ് മൃഗങ്ങളൊക്കെ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഫലവൃക്ഷങ്ങളും മറച്ചുകൊണ്ടിരിക്കും. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു 7 വർഷം ആയിട്ടുണ്ട് ഇപ്പോൾ ആന നിരന്തരം ശല്യമായിട്ട്. പലപ്പോഴായിട്ട് ഇങ്ങനെ അപേക്ഷകളും നിവേദനങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. പരിഹരിക്കാം എന്ന് പറയുന്നതല്ലാതെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഒരു 5 വർഷം മുമ്പിട്ട് ഫെൻസിംഗ് ആണ്, അതെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. ഞാനിവിടെ 10 വർഷമായിട്ട് താമസിക്കും. നല്ല ഏരിയ ആണല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൊന്ന് സ്ഥലമെടുത്തത്. ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് ഓടിപ്പോയാൽ മതിയെന്ന്. വന്യമൃഗങ്ങളുടെ ആക്രമണം തന്നെയാണ് കോട്ടപ്പടി പഞ്ചായത്തിലെ ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന്. വന്യമൃഗശല്യം കൂടിയതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ കൃഷി ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് എൽന മാത്യു, MSc ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. വീട് പ്ലാമുടി. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവിടുത്തെ കർഷകരാണ്. എത്ര സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എന്ത് നട്ടുപിടിപ്പിച്ചാലും നമുക്ക് ആദായവും വരുമാനവും കിട്ടത്തില്ല. സാമ്പത്തികപരമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കർഷകരാണ്. ഇപ്പം എന്തെങ്കിലും ആനശല്യം എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ കിട്ടുന്നത് ഒരു ചെറിയൊരു പൈസയാണ് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. ഒരു ആശുപത്രി പോട്ടെ കേസ് വന്നാലും ഒരു ആന ഫ്രണ്ടിൽ നിന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വിവാഹം പോലുള്ള വീട്ടാവശ്യങ്ങളും പുറത്തേക്കുള്ള സഞ്ചാരങ്ങളും ഇവർക്ക് പേടി സ്വപ്നമാണ്. ആന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു മരിച്ചടക്കാണെങ്കിലും കല്യാണമൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആന പെട്ടെന്ന് ഫ്രണ്ടിലിരിക്കും. ആദ്യമൊക്കെ ആന വെട്ടം കണ്ടാൽ പോവും, പിന്നെ ആന വെട്ടം അടിച്ചാലും പോവില്ല, ഒച്ച എടുത്താലും പോവില്ല, ഫോർസാർ വിളിച്ചാലും പോവില്ല. ഇപ്പൊ ആനയുടെ സ്വഭാവം വർഷം തോറും സ്വഭാവം മാറിക്കൊണ്ടായിരിക്കും. ബസ്സില്ല. അതുപോലെ തന്നെ കുറെ പിള്ളേർ ദൂരെ വഴി നടന്നാണ് പോകുന്നതാണ്. അതുപോലെ തന്നെ കല്യാണാലോചന വരുവാണെങ്കിൽ തന്നെ നാട്ടിലൊരു ആന ഇടുന്ന പറഞ്ഞാൽ ഒരു പെൺകൊച്ചിനെയും കെട്ടിച്ച് അയക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. കൃഷിത്തോട്ടത്തിൽ പണിയെടുക്കുന്നതിനിടെയാണ് വർഗീസ്, സോണിയ എന്നിവരെ കണ്ടുമുട്ടുന്നത്. ഇപ്പം വണ്ടി ആന രാത്രി ആയി കഴിഞ്ഞാൽ ഒരു 8 മണി ആയി കഴിഞ്ഞാൽ ഇറങ്ങി തുടങ്ങും. ആന ഈ കാണുന്ന മുറികളെല്ലാം ആന പൊളിച്ചതായി. വാഴ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞു. സന്ധ്യ ഒരു 6 മണി കഴിഞ്ഞപ്പോൾ തന്നെയാണ് കൂട്ടത്തോടെ വന്നത്. ആൾക്കാരുടെ ഇഞ്ചി, വാഴ, കപ്പ എന്ന് വേണ്ട എല്ലാം. അതിലും ഒരു കയ്യാല. പാമ്പിനെ തല്ലിക്കൊന്ന അപ്പം ആൾക്കാർ കേസെടുക്കും. ഈ ആന ഈ മാതിരി ഇറങ്ങിയിട്ട് ഒരു നടപടി എടുക്കാൻ നേരം. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് പണിയും കുറഞ്ഞു കിട്ടാ. ഇങ്ങനെ ആന വന്ന് നശിക്കൊണ്ട ആൾക്കാർ ചെയ്യാൻ മടിക്കും. പാടത്താണെങ്കിലും ഒക്കെ ഇറങ്ങി ചവിട്ടിക്കൂട്ടി ദൂരം പാടാ ഇവിടെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെന്നറിയാമോ.
അടിസ്ഥാന വികസനത്തിന്റെ നെടുംതൂണായ വായനശാലകളുടെ അഭാവം വിഷമകരമായ ഒരു വസ്തുത തന്നെയെന്ന് പറയുന്നു അധ്യാപകനായ ജതീഷ് ശിവദാസ്. കോട്ടപ്പടി 10ാം വാർഡിലാണ്. നമ്മുടെ ഭാഗത്ത് വായനശാലയില്ല. വായന ഈ പറഞ്ഞ രീതിയിൽ ഒരു ന്യൂ ജനറേഷന്റെ ഒരു തരത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ടല്ലോ. വായനശാലയിലേക്ക് ആളുകൾ പോകുന്നത് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു കാരണമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ യുവാക്കളുടെ ഒരു കൂട്ടായ്മ വാർഡുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കവലകളൊന്നും മാറുന്നില്ല. അപ്പൊ അവര് പുറത്തേക്കുള്ള ഒരു ഒഴുക്കാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ യുവാക്കളുടെ കൂട്ടായ്മ ഉണ്ടായി വരുമ്പോഴാണ് പഴയ കാലത്തൊക്കെ ഈ വായനശാലകളൊക്കെ രൂപപ്പെട്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ നാട്ടുകൂട്ടായ്മകൾ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു അഭാവം കാണുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വായന പുസ്തകങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് നിന്നിരുന്നു. പക്ഷേ ഇപ്പൊ അത് ഈ ഓൺലൈൻ തലത്തിലേക്ക് വായന മാറിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള പ്രായക്കാരുടെയും ഇടമായിട്ട് പ്രത്യേകിച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു പൊതുമണ്ഡലമായിട്ടാണ് പലപ്പോഴും ഗ്രാമീണ വായനശാലകൾ നിലകൊണ്ടിരുന്നത്. കൃഷിയുടെ ഏരിയ ആയിരുന്നു. പക്ഷേ ഇപ്പൊ ഭൂമിയൊക്കെ പഴയ രീതിയിൽ നിന്ന് മാറി തുണ്ടങ്ങളായി ആ വീടുകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കമ്പനികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കൃഷി ഇറക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന പണം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കുക താമസിക്കാനുള്ള സ്ഥലം മതി, അതിനുശേഷം മറ്റുള്ള എന്തെങ്കിലും ബിസിനസ്സിലേക്ക് കടക്കുക. നഗര ജീവിതത്തിലേക്ക് പതുക്കെ നമ്മളറിയാതെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈവറ്റ് കമ്പനികൾ ലാഭത്തോടുള്ള വലിയൊരു അഭിനിവേശം ഉണ്ടാവുന്നുണ്ട്. മാറ്റം അത്ര കണ്ട് പുരോഗമനപരമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് പരിസ്ഥിതിയായിട്ട് മനുഷ്യരൊക്കെ കുറെയൊക്കെ ഇണങ്ങി പോകണം എന്നുള്ളതാണല്ലോ അതിന്റെ എല്ലാ അർത്ഥത്തിലും പുരോഗതി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പാരിസ്ഥിതികമായിട്ടുള്ള ഒരു സന്തുലനം വലിയൊരു ഘടകമായിട്ട് വരുന്നുണ്ട്. അതിപ്പോ ഈ പോക്കിൽ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ അത് അത്ര കണ്ട് ഫലപ്രദം അല്ലാത്തൊരു താൽക്കാലികമായിട്ടുള്ളൊരു പുരോഗതിയായിട്ട് ഇത് മാറാനും സാധ്യതയുണ്ട്. കാരണം പരിസ്ഥിതിക്ക് വലിയ രീതിയിലുള്ള നാശം സംഭവിക്കുന്നുണ്ട്, മലിനീകരണം ഉണ്ടാവുന്നുണ്ട്, പല രീതിയിലുള്ള മലിനീകരണം ഉണ്ടാവുന്നുണ്ട്. തോരാമഴയത്തും കുടിവെള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും കോട്ടപ്പടിയിലുണ്ട്. പറഞ്ഞു നമ്മ പ്രദേശവാസിയായ കുഞ്ഞപ്പൻ. വെള്ളം പൈസ കൊടുത്താ എങ്ങനെ? ഞാൻ ഇപ്പൊ മിനിങ്ങാന്ന് ആശുപത്രി പോയിട്ട് വന്നോളൂ. സാധനം പൊട്ടാന്നേ മെമ്പറുണ്ട്, ബ്ലോക്ക് മെമ്പറുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. അവരോടൊന്നും പണ്ട് കാര്യമില്ല. ലത. ചേട്ടൻ്റെ പാദം മുറിച്ച് കളഞ്ഞേക്കുന്നതാ. പിന്നെ ബൈപ്പാസ് സർജറി. ചേട്ടന് ഇരിപ്പായിട്ട് 2007 ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതാ. ഞാൻ കൂലിപ്പണി നടന്നാണ് കുടുംബം കഴിയുന്നത്. ഇവിടെ എനിക്കൊരു മോനുണ്ട്. അവനിപ്പോൾ അതേ കമ്പനി കയറിയിട്ടുണ്ട്. 9 കോലി ഞങ്ങൾ താത്തിട്ടാണ് അതേ കിണറ്. വെള്ളമില്ല, അതാണ്. ശൂശാൻ. എത്ര നാളായി ഇവിടെ വെള്ളമില്ലാതെ വെള്ളത്തിന് വിഷമിക്കുന്നു ആൾക്കാർ. എന്നും പൈസയ്ക്ക് വെള്ളം കൊണ്ടുവരും. ഇവിടെ എല്ലാ സമയത്തും വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. പ്രശ്നങ്ങൾ പലതുമുണ്ട് പരിഹരിക്കപ്പെടാൻ. എങ്കിലും ഏറ്റവും ആദ്യം പരിഹരിക്കപ്പെടേണ്ടത് വന്യമൃഗശല്യം തന്നെ. ഒട്ടനവധി മുന്നേറ്റങ്ങൾ ഇതിനായി ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊന്നും പരിഹാരമാകുന്നില്ല എന്നാണ് ഇവിടത്തെ ജനങ്ങൾ പറയുന്നത്. ഈ പറയുന്ന മനുഷ്യ വന്യജീവി സംഘർഷമാണ് ഏറ്റവും വലിയൊരു കാര്യം. പ്രദേശവാസിയായ ജെറിൽ. അതിനപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർജവമുള്ള ഒരു നേതൃനിര ഇല്ല എന്നുള്ളതാണ്. ഏത് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ ഉദ്യോഗസ്ഥ തലങ്ങളായിക്കോട്ടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വെച്ചുകഴിഞ്ഞാൽ ഇവർ തന്നെ ജനങ്ങൾക്ക് വേണ്ടി പല കാലഘട്ടങ്ങളിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം നടപ്പിലാക്കിയാൽ മതി, ഇവിടുത്തെ പാതി പ്രശ്നങ്ങൾ തീരും. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 12 കോടി രൂപയോളം മുടക്കി കോട്ടപ്പടി പഞ്ചായത്തിൽ ഗവൺമെന്റ് കുടിവെള്ള പദ്ധതി ഉണ്ടെന്നു. എന്നിട്ട് പോലും ഇപ്പോഴും ഈ മഴക്കാലത്തും 350 രൂപ അല്ലെങ്കിൽ 400 രൂപ കൊടുത്ത് വെള്ളം മേടിച്ച് ഉപയോഗിക്കേണ്ടി വരുന്ന വീടുകളുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് ഇവിടുത്തെ. ഒരു ഭൂരിഭാഗം ആൾക്കാരാണ് ഒരുപാട് പ്രശ്നങ്ങളുടെ ഇര എന്ന് പറയുന്നത്. നമ്മുടെ ഈ ആന പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിലാണ് ഈ കൂടുതലും വെള്ളം എത്താത്ത സ്ഥലങ്ങൾ. ആന ശല്യമുള്ള ആൾക്കാർക്ക് രാത്രി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അവരുടെ വീട്ടിലേക്ക് ഒരു അത്യാവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ വണ്ടികൾ രാത്രി എത്തില്ല. കുട്ടികളെ സ്കൂളിൽ വിടാനായിട്ട് ഒന്ന് വൈകി കഴിഞ്ഞാലുള്ള പ്രശ്നം, ഇതെല്ലാം ഫേസ് ചെയ്യണത് ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽപ്പെട്ട ജനതകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 13 വാർഡുകൾ ഉണ്ടെങ്കിലും 1, 2, 3, 4, 5 വാർഡുകളിലാണ് ഈ ഭീകരമായ പ്രശ്നങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വരുന്നത്. ഇതിനൊരു പരിഹാരം വേണം. ഇവർ നേരത്തെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഈ ആനയെ തടയാനായിട്ട് 5-8 വർഷങ്ങളായിട്ട് ഇവരുടെ അവലോകന മീറ്റിംഗിലൊന്നും തീരുമാനങ്ങൾ പ്രോപ്പറായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. ഇവിടെ ദ്രുതകർമ്മ സേനയെ ഉന്നയിക്കാമെന്നും പറഞ്ഞ് മന്ത്രിയുടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അന്ന് 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പുലിയാക്രമണം ഉണ്ടായി, നിരന്തരമായ പുലിയാക്രമണം ഉണ്ടായി. പിന്നെ പുലിയുടെ വിവരം നമുക്കില്ല. നമ്മളൊക്കെ പങ്കെടുത്ത ഒരു ചർച്ചകളിലൊക്കെ പറഞ്ഞൊരു കാര്യം ഇവിടെ ട്രെഞ്ച് വേണമെന്നുള്ളതാണ്. 80% ട്രെഞ്ച് താത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, ബാക്കി പാറയും. ട്രെഞ്ച് താത്തിയ ഈ പ്രശ്നം തീരും. പക്ഷേ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ ഇവിടുത്തെ ഗവൺമെന്റുകൾക്കോ ഇവിടുത്തെ ഉദ്യോഗസ്ഥ തലങ്ങൾക്കോ യാതൊരുവിധ താല്പര്യമില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. നമ്മുടെ പഞ്ചായത്തിലെ തന്നെ ഒരു വലിയ വിഭാഗം ആൾക്കാർ സ്വന്തം സ്ഥലം ഉപേക്ഷിച്ച് അവര് താമസിച്ചുകൊണ്ടിരുന്ന വീടുകൾ ഉപേക്ഷിച്ച് പുറത്തേക്ക് വാടകയ്ക്ക് പോകേണ്ട ഒരു അവസ്ഥ നിലവിൽ വന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് ചർച്ച ചെയ്ത് പോകുന്നല്ലാണ്ട് വമ്പേ പരാജയമാണ്. ഇവിടുത്തെ സിസ്റ്റം തന്നെ പരാജയമാണ്. നമുക്ക് വേണ്ടത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ചർച്ചകൾ നടത്തിയിട്ട് കാര്യമില്ല. ഇത്രയും കാലം ഇവർ ഈ പറയുന്ന 8-10 കൊല്ലം കാലം ചർച്ച നടത്തിയിട്ടൊന്നും ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുടിവെള്ള സ്രോതസ്സുകളുണ്ട്, പ്രോപ്പറായിട്ടൊന്നും സംരക്ഷിക്കാൻ പോലും ഇവർ തയ്യാറാവുന്നില്ല. വലിയ ചിറകളൊക്കെ ക്ലീൻ ചെയ്യും, അതിന്റെ ചെളി കോരിക്കളയോ അതിന്റെ പായൽ
പ്രോപ്പറായിട്ട് മാർഗം ചെയ്യുകയും ചെയ്യില്ല. ചുമ്മാ വെള്ളം അടിച്ച് പറ്റിച്ച് പോകുന്നല്ലാണ്ട് വേറെ ഒരു രീതിയിലുള്ള ക്ലീനിങ് പ്രോസസ്സുകളും നടത്തുന്നില്ല. ഈ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ ഒരു 8 കോടി രൂപയുടെ പദ്ധതി അവരിവിടെ ഇംപ്ലിമെന്റ് ചെയ്യണത്. ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും വേണ്ട ഉപയോക്താക്കൾക്ക് ആ സാധനം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. പൊതുപ്രവർത്തകനും വന്യജീവി പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി കഴിഞ്ഞ 10 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വന്യജീവി വിഷയമാണ്. ജനവാസ മേഖലയിലേക്ക് കാടിന്റെ അതിർത്തി വിട്ട് വന്യജീവികൾ ഇറങ്ങി വരുന്ന ഒരു പേടിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പല കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും പ്രധാനപ്പെട്ട കാരണം കാട്ടിൽ തീറ്റയില്ലാണ്ടായി എന്നുള്ളതാണ്. കാടിന് താങ്ങാനാവാത്ത വിധം വന്യജീവികളുടെ എണ്ണം പെരുകിയപ്പം നാട്ടിലേക്ക് ഇറങ്ങി കൃഷിയിടങ്ങളിലേക്ക് വന്ന് കൃഷി നശിപ്പിക്കുന്നു, ആളുകളെ ഉപദ്രവിക്കുന്നു, ജനജീവിതം അങ്ങോട്ട് ഇല്ലാതാക്കി തീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ മേഖലയിൽ ഒരുപാട് കുട്ടികളെ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട് ഞാൻ. അങ്ങനെയുള്ള വന്യജീവി ശല്യമുള്ള പ്രദേശങ്ങളിലുള്ള കുട്ടികൾ വല്ലാത്തൊരു മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. അവരുടെ പഠനത്തെയും അവരുടെ സ്വഭാവത്തെയും സമൂഹത്തോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡിനെയൊക്കെ പോലും അത് വളരെ നിഷേധാത്മകമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട്. വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലാണ് ജീവിക്കുന്നത്. കാരണം രാവിലെ പണിയാൻ പോകുന്ന അപ്പനും അമ്മയും തിരിച്ച് വീട്ടിലേക്ക് വരുമെന്ന് ഉറപ്പില്ല. ഒരു രാത്രി പോലും സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയല്ല. മുറ്റത്ത് വന്ന് ആന ബഹളം ഉണ്ടാക്കുമ്പോൾ കുട്ടികളുടെയൊക്കെ ജീവിതത്തെ വല്ലാതെ അങ്ങോട്ട് ബാധിക്കുന്നുണ്ട്. അംഗൻവാടി പോകുന്ന കുട്ടികൾ മുതൽ ഡിഗ്രി തലത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വരെയുള്ള ആളുകൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഡിഗ്രി തലത്തിലേക്കൊക്കെ വരുമ്പോൾ സ്വന്തം നാടിനോട് പോലും ഒരു വലിയ ഡിറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാൻ പോലും ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ മാറി വരുന്നു. നമ്മളുടെ നിയമ സംവിധാനങ്ങൾ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മിക്കവാറും ആളുകൾക്ക് ഈ നിയമ സംവിധാനങ്ങളോട് വല്ലാത്തൊരു പുച്ഛം തോന്നും. ഒന്നും ചെയ്യുന്നില്ല. മനുഷ്യന്റെ ജീവിതത്തെ വെച്ച് കളിക്കുന്ന കളികളാണ് ഈ രാഷ്ട്രീയ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും ഒക്കെ. ഒരാളിപ്പോൾ ആന ചവിട്ടി കൊന്ന അതും പുറകെ നടന്ന് കാല് പിടിച്ചു കഴിയുമ്പോൾ ഔദാര്യം കൊടുക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അത് പുറകെ പോകാൻ ആളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രതികരിക്കാൻ ആളുണ്ടെങ്കിൽ, ഈ പറയുന്ന രേഖകളെല്ലാം പുറകെ കൊണ്ടു നടന്ന് കൊടുക്കാനായിട്ട് മനസ്സ് കാണിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അത് കിട്ടുക. ഈ നഷ്ടപരിഹാരം കൊണ്ട് മാത്രം ഇതിന് പരിഹാരമാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വന്യജീവികൾ കാടിനുള്ളിൽ നിൽക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഈ വനനിയമങ്ങൾ ഇത്രയും ശക്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ആരോഗ്യകരമായ വേട്ട സംസ്കാരമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതൊരു നിയമം മൂലം നിരോധിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പോൾ പറ്റത്തില്ല. ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു ലിമിറ്റഡ് കാലത്തേക്ക് അനുവദിക്കുക എന്നുള്ളത്. വിദേശ രാജ്യങ്ങൾക്ക് ചെയ്യുന്നത് പോലെയുള്ള കള്ളിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. ഒരു നിശ്ചിത കാലഘട്ടത്തിൽ നിശ്ചിത ഇനത്തെ നിയമാനുസൃതമായിട്ട് വേട്ടയാടി പേയ്മെന്റ് അടച്ച് പിടിക്കാനുള്ള അനുമതി സർക്കാർ തലത്തിൽ തന്നെ കൊടുക്കുക. അതൊരു കള്ളപ്പണിയായിട്ടല്ല, നേരായ വഴിയിലൂടെ ചെയ്യുന്ന ഒരു രീതി വരണം. അത് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിന് പരിഹാരമാവും. ഒന്ന്, പെരുകുന്ന വന്യജീവികളുടെ എണ്ണം കുറയും. നമ്മുടെ നാട്ടിലുള്ള മിക്കവാറും ആളുകൾ മാംസഭോജികളായ ആളുകളാണ്. അവർക്ക് അനുയോജ്യമായതിനെ മാന്യമായ വില സർക്കാരിലേക്ക് അടച്ച് അത് സ്വന്തമാക്കാനുള്ള രീതിയിലേക്ക് വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വന്യജീവികൾ വനത്തിനുള്ളിലേക്ക് വരികയും ഒരിക്കലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയല്ല. ഇനിയിപ്പോൾ ഒരു നിയമമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സ്വന്തം പട്ടയഭൂമിയിൽ ഇറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് പിടിക്കാനുള്ള ഒരു അനുമതി കർഷകർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കാട്ടുപന്നീനെ വെടിവെക്കാനുള്ള ഒരു നിയമം വന്നു. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ അതിൻ്റെതായ വലിയൊരു പുരോഗതി ഉണ്ടായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിയമാനുസൃതമായ രീതിയിൽ വേണ്ട മേൽനോട്ടത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ പരിഹാരമായിട്ട് മാറും. ശരിക്കും പറഞ്ഞാൽ പ്രദേശങ്ങൾ മുഴുവൻ ഇല്ലായ്മപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ലളിതമായ കാര്യം. നമുക്കറിയാം, എത്രയോ പ്രദേശത്തിലെ ഗ്രാമങ്ങൾ ഇല്ലാതാവുന്നറിയോ. അതായത് വനത്തോട് ചേർന്ന് കിടക്കുന്ന പല ഗ്രാമങ്ങളിലേക്കും വന്യജീവികളുടെ ശല്യം ഇങ്ങനെ വല്ലാതെ കൂടുന്നത് വഴിയായിട്ട് ആളുകൾ ആ നാട് ഉപേക്ഷിച്ചു പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവുകയാണ്. ഈ ആളുകളുടെ ഒരു സാമൂഹികമായ ഒരു ഇടപെടലുകൾ പോലും ഇല്ലാതായി ഒരു ഭയന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യുക. അപേക്ഷകൾ കൊടുത്ത് ആളുകൾ മടുത്തു. നമ്മുടെയൊക്കെ ഈ നിയമ സംവിധാനങ്ങളെ ഒരു തരത്തിലുള്ള വിശ്വാസമില്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾക്ക് നീങ്ങുക. വന്യജീവികളെ തടുക്കാനായിട്ട് ഈ സോളാർ ഫെൻസിങ് പര്യാപ്തമല്ല. അതിന് പരിഹാരമായിട്ടുള്ളത് ഒന്നുകിൽ ആനമതിൽ, കരിങ്കല്ല് കൊണ്ട് വലിയ മതിലുകൾ കെട്ടുന്ന ഒരു സംവിധാനമുണ്ട്. സാമ്പത്തിക ചെലവ് വരും. പക്ഷേ ഈ നമ്മൾ ഈ നഷ്ടപരിഹാരം കൊടുത്തേക്കാൻ തുക നിർത്തി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ, അനാഥമാകുന്ന കുടുംബങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അതൊരു കമ്പയർ ചെയ്യുമ്പോൾ ഇത് പ്രാക്ടിക്കൽ അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ചില പ്രദേശങ്ങളിൽ ആനമതിൽ കെട്ടണം, ചില പ്രദേശങ്ങളിൽ ട്രെഞ്ച് നാത്തണം, ചില പ്രദേശങ്ങളിൽ ഈ റെയിൽ ഫെൻസിംഗ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ഈ സംവിധാനങ്ങൾ പലതും ഓരോ സ്ഥലത്തെ അനുയോജ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നടത്തി കഴിഞ്ഞാൽ നമുക്കിത് പരിഹരിക്കാനായിട്ട് സാധിക്കും. ആനയെ മാത്രമല്ല മറ്റു വന്യജീവികളെ പോലും നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. മ്ലാവുണ്ട്, മാൻ വരാറുണ്ട്, മലയണ്ണാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ജീവിയുണ്ട്. അത് തെങ്ങ് മുഴുവൻ തകർത്ത് കളയുന്ന ഒരു സംവിധാനമാണ്. കേഴ, പുലിയുടെ സാന്നിധ്യം കണ്ടെത്താറുണ്ട്. അതായത് ഭരണ സംവിധാനങ്ങളും ജനങ്ങളും ശാസ്ത്രീയ പഠനങ്ങളും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിന്
ഇതിന് പരിഹാരം ഉണ്ടാവും. പലപ്പോഴും പരിസ്ഥിതിവാദികളുടെ കയ്യിലെ പാവകളായിട്ട് ഭരണാധികാരികൾ മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. വോട്ട് ചെയ്തത് ജനങ്ങളാണെന്നുള്ള ഒരു ബോധത്തോടു കൂടെ ഭരണാധികാരികൾ പ്രശ്നത്തിന് ആത്മാർത്ഥമായ പരിഹാരം തേടുകയാണെങ്കിൽ ഇതിന് പരിഹാരമുണ്ട്. ഒരൊറ്റ വർഷം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ സർക്കാരുകൾ ഉയരണം. മനുഷ്യ നന്മയെ പ്രതിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. ഇതുവരെ കേട്ടതെല്ലാം അനുഭവ സാക്ഷ്യങ്ങളാണ്. ജീവിത വെല്ലുവിളികൾ നേരിടുന്ന കാർഷിക മേഖലയിലെ അടിസ്ഥാന വർഗത്തിന്റെ പ്രതിനിധികളായവരുടെ ആകുലതകൾ. ഭയമില്ലാതെ, വന്യമൃഗങ്ങളുടെ ശല്യമില്ലാതെ ജീവിക്കാനുള്ള അവകാശം ഇവിടത്തെ ജനങ്ങൾക്കുമുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒത്തൊരുമിച്ചുള്ള ശ്രമങ്ങൾ വേഗത്തിലുണ്ടാകും എന്ന് നമുക്കാശിക്കാം. ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം. ജനശബ്ദം. ജനങ്ങളുടെ ശബ്ദം. നിർവഹണം TP രാജേഷ്. സഹകരണം KV ലീല. സമകാലികം.